ലാസ്റ്റ് 6 ലക്ഷം രൂപ തന്നേക്കാം, തരാൻ പറ്റുമോ? ലാസ്റ്റ് 6 ലക്ഷം രൂപ വരെ ശങ്കരന് ഈ പെരുന്നാളിന് നമുക്ക് വില പറഞ്ഞിരിക്കുകയാണ്. ശങ്കരനെ ഒരിക്കലും ഞാൻ കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പം അവർ 4 വയസ്സായിട്ടുള്ളൂ. 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് പോത്തിൻ്റെ ആയുസ്. അപ്പം അത്രയും കാലം തന്നെ ഞാൻ ശങ്കരനെ വളർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആർക്കും വിട്ടുകൊടുക്കത്തില്ല എൻ്റെ ശങ്കരനെ. ശങ്കരൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു 600-700 കിലോ ഭാരമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എത്ര കിലോ ഉണ്ട്? ഇപ്പം എനിക്ക് തോന്നുന്നത് 1000 ഉണ്ടെന്നൊരു 1000 കിലോത്തോളം എത്തിയിരിക്കുകയാണ്. ഇപ്പം ശങ്കരനെ എത്രാം ക്ലാസ്സിലാണെന്ന് അറിയാവാ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണം? ഞാനാ ശങ്കരൻ 4ാം ക്ലാസ്. 4ാം ക്ലാസ്സിൽ. അപ്പോൾ ഉണ്ണിക്കുട്ടനാ? എനിക്ക് 18 വയസ്സ്, +2 കഴിഞ്ഞ് നിൽക്കുന്നത്. +2 കഴിഞ്ഞ് നിൽക്കുന്നു. ഇനി എന്നാ പരിപാടി? ഇനി ഡയറി ഫാം അസിസ്റ്റന്റിന്റെ ഒരു കോഴ്സിന് വേണ്ടി പഠിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ വിട്ടുള്ള കളിയില്ല. അപ്പൊ ഇതിലൂടെയാണ് ഉണ്ണിക്കുട്ടൻ പ്രശസ്തനായത്. ഇവിടെയാണ് ഇവർ താമസിക്കുന്നത്. എത്ര സെന്റിലാണ് ഇവിടെ താമസിക്കുന്നത്? 4 സെന്റില്. അപ്പൊ ഉണ്ണിക്കുട്ടൻ ഇപ്പൊ ഒരു പുതിയ ആഗ്രഹം കൂടെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും വന്നത്. എന്നാണെന്നൊന്ന് പറഞ്ഞേ. എനിക്കൊരു ചെറിയ പശുവിന്റെ ഇച്ചിരി ഒരു ഫാം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നമുക്കൊരു എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരിക്കലും ഒരു പശുവേ ഉള്ളു. അപ്പൊ അത് ഇച്ചിരി കൂടെ വിപുലപ്പെടുത്തണമെന്നാണ് ആഗ്രഹം. അപ്പൊ നമുക്കിവിടെ സ്ഥലമില്ല, 4 സെന്റ് സ്ഥലമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ ഇത്രയും മൃഗങ്ങളുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഞാനിപ്പോ കൊണ്ട് നടക്കുന്നത്. എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് വിപുലപ്പെടുത്താൻ വേണ്ടി സ്ഥലം നോക്കി നമുക്ക് കിട്ടണില്ല. എവിടെയെങ്കിലും പോയി നോക്കിയേ? ഇപ്പൊ നിലവിൽ നോക്കിയായിരുന്നു, പക്ഷെ അതൊക്കെ ദൂരെയായിരുന്നു. ഇച്ചിരി കുറെ ദൂരെയാണ്. എവിടെയാണെങ്കിൽ ഉണ്ണിക്കൊണ്ട് പറ്റും? നമുക്ക് ചേർത്തല ഭാഗത്തൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇത്തിരി അടുത്ത് നമുക്ക് കിട്ടിയാലും കുഴപ്പമില്ല. 5 കിലോമീറ്റർ ചുറ്റളവ് എവിടെ കിട്ടിയാലും നമുക്ക് ചെയ്യണതിന് കുഴപ്പമില്ല. ഉണ്ണിക്കുട്ടന് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഞാൻ കൊച്ചിലെ മുതൽ ഇവരുടെ കാര്യം ഓരോ ഡോക്ടർമാരുടെ കൂടെ നടന്ന് അതുവരിൽ നിന്ന് പഠിച്ചതാണ് കുറെ കാര്യങ്ങൾ. ഇപ്പൊ ഏകദേശം എല്ലാ കാര്യങ്ങളും പശുവിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ എനിക്ക് തന്നെ അറിയാം. ഇവിടുത്തെ എക്സ്പീരിയൻസ് മാത്രമാണോ അതോ എവിടെയെങ്കിലും പോയുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? എക്സ്പീരിയൻസ് ഉണ്ട്. എവിടെയൊക്കെ പോയി? നമ്മുടെ അടുത്ത ഒരു വീട്ടിൽ പോയി 1 മണി രാത്രി പോയി ഒരു പശുവിന്റെ പ്രസവം എടുത്ത്. ഈ പ്രായത്തിൽ ഇത് ഇപ്പൊ ഒരു 2-3 മാസം ആയിട്ടുള്ളത്. പിന്നെ കളത്തി വീട്ടിൽ പോയി ഒരു പശുവിന്റെ പ്രസവം എടുത്ത്. പിന്നെ ഒരു ഫാമിൽ കറക്കാനൊക്കെ പോവും. പിന്നെ ഒരു ഡോക്ടർമാരെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രസവം ഞാൻ പോയി ക്ലിയർ ചെയ്ത് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കഞ്ഞി പാറ്റിയിടായിരുന്നു. ഡോക്ടർ പറഞ്ഞു അത് ഇവിടെ ഉള്ളതല്ല, ഇച്ചിരി ദൂരെ ഉള്ളതാണ്. രാത്രിയിലും പകലൊന്നിലും എല്ലാം ഒട്ടുമിക്ക സ്ഥലത്തുനിന്ന് നമ്മളെ വിളിക്കും. എന്നെ നിലവിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? ഇപ്പൊ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇപ്പൊ വളർന്നു വന്നപ്പോ മുതലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പൊ തുടക്കം പോലുള്ള ഉണ്ട്, എല്ലാ കാര്യവും അറിയാം. ആദ്യം നമുക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ ഇവിടുത്തെ LA ആണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും വിമൽ സാറൊക്കെ ആണെങ്കിലും ശോഭട്ട് സാറാണെങ്കിലും നല്ല സപ്പോർട്ടാണ് നമുക്ക്. എന്ത് കാര്യം ചോദിച്ചാലും അപ്പൊ നമുക്ക് മറുപടി തരും. അത് കാരണം അവരിൽ നിന്നുള്ള അറിവ് കാരണം ഓരോ ക്ഷീണത്തിന്റെ മരുന്നൊക്കെ ഞാൻ അപ്പൊ എഴുതി വെച്ച് എന്ത് പിന്നീട് ഈ പശുക്കളൊക്കെ റൊട്ടേറ്റ് ചെയ്യണം നമുക്ക് ആ മരുന്ന് മേടിച്ച് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ ഒരു പശു ഫാം നടത്തുന്നത് എല്ലാവിധ അറിയാം. എല്ലാ ഡെലിവറിയുടെ ബുദ്ധിമുട്ടാണെങ്കിലും തീറ്റയുടെ ആണെങ്കിലും അവർക്ക് അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കാൻ പറ്റും. അതായത് പഠിത്തം ഇനിയിപ്പം എവിടെയൊക്കെ പഠിക്കാൻ പോകണം? മറ്റേ ഡയറി ഫാമിന്റെ മേഖലയിലെ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിന്റെ 6 മാസമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയായിരുന്നു. അപ്പൊ ഇനി അതിന് പഠിക്കണമെന്ന് ഓർത്തിരിക്കണം. അപ്പൊ അതാണെങ്കിൽ എന്റെ പശുക്കളെ എനിക്ക് തന്നെ വെക്കാമല്ലോ, മാനേജ് ചെയ്യാം. അപ്പൊ നല്ല ഒരു ഐഡിയ ആണ്. ഏകദേശം നല്ലൊരു സാധ്യത ഉള്ള ഒരു മേഖലയാണ്. നമ്മളിവിടെ ആൾക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണിക്കുട്ടനെ വിളിച്ചിന് കുത്തിവെപ്പിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ ഓഫർ ഇപ്പോഴും കൊടുത്തിരിക്കുകയാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. വരും ദിവസങ്ങളിൽ വലിയൊരു പശു ഫാമിന്റെ ഉടമയായിട്ട് ഉണ്ണിക്കുട്ടൻ മാറുക തന്നെ ചെയ്യും കേട്ടാ. അപ്പൊ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. 4ാം ക്ലാസ് മുതൽ പശുവിനെ കറക്കുകയാണ്. ഇപ്പോഴും പശുവിനെ കറക്കണുണ്ട്. ഒരിടക്ക് സ്കൂളിൽ പഠിക്കാൻ പോയ സമയത്താണേലും 2:30 ആകുമ്പോൾ എൻ്റെ കൈ ഇങ്ങനെ വളഞ്ഞു വരുമായിരുന്നു. അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു ഇതെന്താ അതിലെ കൈ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. നമ്മുടെ ടീച്ചറെ എൻ്റെ പശുവിനെ കറക്കണ സമയമാണ്, അപ്പോൾ നമ്മൾ കൈ കഴുകിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് എന്നെ അങ്ങനെ കൈ കഴുകാൻ പറ്റിയിട്ടാണ് എൻ്റെ കൈയൊക്കെ നേരെ ആയത്. എന്നുവെച്ചാൽ ആ സമയമാകുമ്പോൾ കറന്ന് ശീലിച്ച കാരണം നമ്മൾ അത്രയും വർഷം ഇങ്ങനെ കറന്ന് പഠിച്ച കാരണം അങ്ങനെ ആ സമയമാകുമ്പോൾ 2:30 ആകുമ്പോൾ എൻ്റെ കൈ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. അപ്പൊ പശുവിനെ കറന്നില്ല ഇപ്പൊ തോളും കൈയൊക്കെ വേദനയാണ്. വിജയിക്കുന്ന ഉറപ്പാണ്. 100% റിസ്ക് ഉണ്ട്. അത് ശരി. എനിക്കൊരു 10 പശുവാക്കിയാണ് 10-15 എനിക്ക് ഒറ്റക്ക് മാനേജ് ചെയ്യാം. അത് ഉറപ്പാന്ന് വെച്ചാൽ നമ്മൾ ഫാമിൽ പോയി ഞാൻ ചെയ്തതാ. അത് കാരണം നമുക്ക് ഇതിന്റെ ഓരോ റൊട്ടേഷനും പെട്ടെന്ന് കറവ തീർക്കാനുള്ള പരിപാടിയൊക്കെ നമുക്ക് പഠിച്ച് ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ ഒരിക്കലും ഒരു കച്ചവടവും പരാജയപ്പെടില്ല എന്നുള്ളതാണ്. കരക്ക് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കുള്ള അങ്ങനെയാണ് ഞങ്ങള് അല്ലേ. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും. മിണ്ടി എപ്പോഴും രാത്രി ആണെങ്കിലും പോകാനായിട്ട് കൊടുത്താൽ ഞാൻ ഇവിടെ ഇരിക്കും. 10 മണിയാകുമ്പോഴേ പെരക്കാത്ത ചേർത്തുള്ളൂ. അല്ലേ. അതുവരെ 2 പേരും ഇവിടെ, ഒരാൾ ഇങ്ങോട്ട് നീങ്ങി വരും, ഒരാൾ ഇവിടെ വരും. എന്നിട്ട് 2 പേർക്കും മാന്തി കൊടുക്കണം. അന്നേരം ഉറങ്ങുള്ള. അന്നേരം അവരിങ്ങനെ അനങ്ങാണ്ട് നിൽക്കും, ഞാനും അവിടെ ഇരിക്കും. അപ്പൊ 10 മണിയാകുമ്പോൾ കയറിപ്പോകും. ഇത് ഉറങ്ങുവാടാ. ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവൻ കിടക്കുകയാണെങ്കിൽ എന്റെ തല അവന്റെ തല എന്റെ കാലയെ വെച്ചിട്ട് ഇവിടെ കിടക്കും. നീളത്തിൽ തലേണ വെച്ചിരിക്കണ പോലെ എപ്പോഴും കിടക്കും.